നമസ്കാരം. TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെടുമത്തൂർ പഞ്ചായത്ത് ഭരണം തിരികെ UDFിലേക്ക്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDFിന്റെ പ്രസിഡന്റ് പുറത്തേക്ക്. അവിശ്വാസം പാസായത് വോട്ടെടുപ്പിൽ 8-നെതിരെ 9 വോട്ടുകൾക്ക്. UDF അംഗങ്ങളെ പലതരത്തിലും പ്രലോഭിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ്. അംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അത്തരം ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും CPM ഏരിയ സെക്രട്ടറി KT ശശി. സംസ്ഥാനത്തെ SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം. 99.47% വിജയം. 4,19,651 കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഇക്കൊല്ലത്തെ വിജയം ഗ്രേഡ് മാർക്കില്ലാതെ. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ 18,970 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ A+. ജില്ലയിൽ 99.39% വിജയം. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF പ്രവർത്തകർ വ്യാജ ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്നതായി പരാതി. വ്യാജ സന്ദേശങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി രംഗത്ത്. ശക്തമായ കാറ്റിലും മഴയിലും താന്നൂർ പുത്തൻതെരു ജുമാ മസ്ജിദിന്റെ മേൽക്കൂര ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മുറിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കാറ്റിലും മഴയിലും താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശം. വീണ്ടും ഉയർന്ന ആശങ്കയുടെ കോവിഡ് കണക്കുകൾ. ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന രോഗികളുടെ എണ്ണം 15,000-ന് മുകളിലെത്തി. 15,637 രോഗികൾ. പരിശോധിച്ചത് 1,55,882 സാമ്പിളുകൾ. DPR 10.3%. 128 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 12,974 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 2,000-ന് മുകളിൽ തന്നെ രോഗികൾ. 2,030 പേർക്ക് രോഗബാധ. DPR 9.79%. 1,624 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,334. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം തിരികെ UDFിലേക്ക്. LDFിന്റെ പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം പാസായി. UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം വോട്ടെടുപ്പിൽ 8-നെതിരെ 9 വോട്ടുകൾക്കാണ് പാസായത്. ഭൂരിപക്ഷം ലഭിച്ചിട്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനം LDFിന് ലഭിച്ചത്. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPMലെ PP സൈതലവിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചു. 8-നെതിരെ 9 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. രാവിലെ 11 മണിയോടെയാണ് അവിശ്വാസ പ്രമേയത്തിലുള്ള ചർച്ച നടന്നത്. മുഴുവൻ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ വോട്ടിനിടുകയായിരുന്നു. ആകെ 17 അംഗങ്ങളുള്ള നെടുമത്തൂരിൽ 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് 9-ഉം LDFിന് 8-ഉം വീതം സീറ്റുകൾ ലഭിച്ചിരുന്നു. ഒരംഗത്തിന്റെ പിൻബലത്തിൽ ഭരണം UDFിന് ലഭിച്ചെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു UDF അംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും പിന്നീട് നറുക്കെടുപ്പിലൂടെ LDFിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയുമായിരുന്നു. 6 മാസം തികഞ്ഞതോടെയാണ് UDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. നിലവിലെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഡെവലപ്മെന്റ് ഓഫീസർ ജോസ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് അവിശ്വാസ പ്രമേയ ചർച്ചയും വോട്ടെടുപ്പും നടന്നത്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നെടുമത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 6 മാസം കാത്തുനിൽക്കേണ്ടി വന്നതായും ഉദ്യോഗസ്ഥരുടെ തെറ്റായ നിലപാടാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും UDF അംഗമായ P. ഇസ്മായിൽ പറഞ്ഞു. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ 6 മാസം കാത്തുനിൽക്കേണ്ടി വന്നു എന്നുള്ള വൈരുദ്ധ്യം കൂടി ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിലുണ്ടായി എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നിലപാടിലൂടെയാണ് വാസ്തവത്തിൽ 6 മാസം മുമ്പ് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFിന് പ്രസിഡന്റ്ഷിപ്പ് നഷ്ടപ്പെട്ടത്. തീർത്തും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തം 6 മാസം വൃഥാവിലായി ഈ പഞ്ചായത്തിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രസിഡന്റ് PP സൈതലവിയെ UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പുറത്താക്കി എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഐക്യജനാധിപത്യ മുന്നണിയെ ജനങ്ങളെ ഏൽപ്പിച്ചിരുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നിലപാട് കൊണ്ടുണ്ടായ തടസ്സം വരുന്ന 4.5 കൊല്ലം കൊണ്ട് എല്ലാ അർത്ഥത്തിലും നെടുമത്തൂരിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ നെടുമത്തൂർ പഞ്ചായത്തിൽ സാധിക്കുമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ
ഇവിടെ തെറ്റായ നിലപാടും കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് വാസ്തവത്തിൽ 6 മാസം നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ആ നഷ്ടം അടക്കം വീണ്ടെടുത്തുകൊണ്ടുള്ള ഒരു ഭരണ മുന്നണിയായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും ഇതിന് സാഹചര്യമുണ്ടാക്കിയത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നയവൈകല്യം കൊണ്ടാണ്. വാസ്തവത്തിൽ CPM-ഉം കടിച്ചു തൂങ്ങുകയായിരുന്നു. ഇങ്ങനെ ഒരു അധികാരം കിട്ടിയാൽ വാസ്തവത്തിൽ ജനപിന്തുണയുള്ള ആളുകൾ എന്ന നിലക്ക് 9 സീറ്റുള്ള UDF-നെ അധികാരം ഏൽപ്പിക്കലായിരുന്നു മര്യാദ. വാസ്തവത്തിൽ അതിന് തുനിയാതെ 6 മാസം അവർ ഈ ജനാധിപത്യത്തിന് കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് വാസ്തവത്തിൽ ഈ ഇടത് ജനാധിപത്യ മുന്നണി മാർക്സിസ്റ്റ് പാർട്ടി ഈ പഞ്ചായത്തിൽ സ്വീകരിച്ചത്. അതിന് ഇന്നത്തോടുകൂടി വിരാമം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. 6 മാസം കൊണ്ട് കഴിഞ്ഞ LDF ഭരണസമിതി കൊണ്ടുവന്ന പല പ്രവർത്തനങ്ങൾക്കും തുടർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞതായും എല്ലാ അംഗങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ലഭിച്ചതായും PP സൈദിലിയും പ്രതികരിച്ചു. 6 മാസം ആണ് മറ്റേ പ്രസിഡൻ്റായി ഇരിക്കാൻ വേണ്ടി പറ്റിയത്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ എല്ലാ മെമ്പർമാരും സഹകരിച്ചു കൊണ്ടിട്ട് തന്നെ പൂർണ്ണമായിട്ട് വികസന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി. അത് പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ കുടിവെള്ള പ്രശ്നമാണ് അവർ പറഞ്ഞത്. കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരദേശ മേഖലയിലെ എല്ലാ മേഖലയിലും നിലനിൽക്കണേലും പോലെ തന്നെ ഇവിടെ അത്ര ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ അവിടെയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നമ്മൾ 3 പദ്ധതി ഉണ്ണിയാൽ മേഖലയിൽ കുടിവെള്ള പദ്ധതി ടാങ്കുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ്. പക്ഷേ മറ്റു പഞ്ചായത്തുകൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ മെച്ചപ്പെട്ട കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരമരുത് പഞ്ചായത്താണ്. കുടിവെള്ളത്തിന് പ്രശ്നമില്ലാത്ത രീതി ഇവിടെ ഈ മെയ് മാസം വന്നപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ നമ്മൾ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഭരണസമിതി തീരുമാനിച്ചു. അതുപോലെ തന്നെ വണ്ടിയിൽ വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം പുതിയപ്പുറത്ത് കേന്ദ്രീകരിച്ച് തന്നെ വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. അത് എല്ലാ കൊല്ലം ചെല്ലണമാതിരി തന്നെ ഇപ്പോൾ അത് പരിഹരിക്കാമെന്നുള്ള തന്നെ ഇപ്പോൾ ശശി ഏരിയ സെക്രട്ടറി പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളെ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ MLA അതുപോലെ മന്ത്രി എന്നുള്ളവർക്ക് തന്നെ ഇപ്പോൾ 100 കോടി രൂപയുടെ പദ്ധതി കഴിഞ്ഞുകൂടാതെ ഞങ്ങൾ ഫിഷറീസിൻ്റെ സ്ഥലം വീണ്ടും അവിടെ 8 സെൻറ്റ് സ്ഥലം ഞങ്ങളെ വിട്ടുതന്നുണ്ട് വാട്ടർ അതോറിറ്റിക്ക്. അതിൻ്റെ കൂടെ 8 സെൻറ്റ് സ്ഥലം കൂടി ഞങ്ങൾ കൂട്ടിയെടുത്തണം. അപ്പോൾ ആ പദ്ധതി ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. 6 മാസം 6 മാസം കൊണ്ടിട്ട് തന്നെ പറയണത്. 6 മാസത്തിനുള്ളിൽ അതിൻ്റെ സ്ഥലം എടുപ്പ് അതിൻ്റെ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മുഴുവൻ അതുപോലെ തന്നെ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ പദ്ധതി കമ്മീഷൻ ചെയ്ത കുറേ പദ്ധതിയുണ്ട് ഇവിടെ പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് പഞ്ചായത്തിൻ്റെ കാലത്ത് ചെയ്ത് തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതിന് 2000 മുതൽ ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് മെമ്പറിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ 13 അംഗനവാടിയിൽ നിന്ന് 28 അംഗനവാടിയിൽ നിന്ന് കെട്ടിടമായി ഇവിടെ കെട്ടിടം ആയി 3 അംഗനവാടിൻ്റെ കെട്ടിടം നിലക്കുണ്ട് സ്ഥലം എടുത്തിട്ട്. അതുപോലെ തന്നെ മറ്റു രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം 1 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ 2 ലാൻഡിംഗ് സെൻറ്റർ ഇപ്പോൾ ഒന്ന് കമ്മീഷൻ ആദ്യം ചെയ്തു, ഇപ്പോഴൊന്ന് ഈ 6 മാസത്തിൽ ഒന്ന് കമ്മീഷൻ ചെയ്തു, അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അതുപോലെ എല്ലാ മേഖലയും ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കേണ്ട നിരമരുത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മേഖലയും ഒരു ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും കൊല്ലം 60 കൊല്ലം ഭരിച്ചിട്ട് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഈ മുസ്ലിം ലീഗിൻ്റെ MLA MP ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഏതെങ്കിലും ഒന്ന് നിരമരുത് ഒരു ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പദ്ധതി ഇവർക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അതേസമയം മുഴുവൻ അംഗങ്ങൾക്കും സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിനായി UDF ഹൈക്കോടതിയുടെ സഹായം തേടിയിരുന്നു. താനൂർ DYSP MY ഷാജി, താനൂർ CI എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. അവിശ്വാസത്തിന് കാത്തുനിൽക്കാതെ രാഷ്ട്രീയ മര്യാദ കാണിച്ച് രാജിവെച്ചൊഴിയാൻ പോലും CPM തയ്യാറായില്ലെന്നും UDF അംഗങ്ങളെ പലതരത്തിലും പ്രലോഭിപ്പിക്കാനാണ് CPM ശ്രമിച്ചതെന്നും നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ് പറഞ്ഞു. അംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അത്തരം ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും CPM ഏരിയ സെക്രട്ടറി KT ശശിയും പ്രതികരിച്ചു. അവിശ്വാസം കൊണ്ടുവരുന്നതിന് കാത്തുനിൽക്കാതെ രാജിവെച്ച് ഒഴിയാനുള്ള രാഷ്ട്രീയ മര്യാദ പോലും കാണിക്കാത്ത സാഹചര്യത്തിലാണ് ജനാധിപത്യ രീതിയിൽ തന്നെ പ്രസിഡന്റിനെ പുറത്താക്കിയതെന്ന് MP അഷ്റഫ് പറഞ്ഞു. PP സൈദലവി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് UDF പുറത്താക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ മര്യാദ അദ്ദേഹം കാണിക്കുമായിരുന്നുവെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും ഒരു രാഷ്ട്രീയ മര്യാദക്ക് പോലും അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ടതായിരുന്നു. പക്ഷേ അധികാരത്തിൻ്റെ ഭ്രമം CPM ഏത് നെറികെട്ട രീതിയിലും അധികാരം നിലനിർത്തുമെന്നുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് ഈ അവിശ്വാസ പ്രമേയത്തെ അവർ നേരിടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ജനവിധി ഇവിടെ നെറമദൂർ പഞ്ചായത്തിലെ ജനവിധി UDF മെമ്പർമാർ ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ നടപ്പിലാക്കുകയും നെറമദൂർ പഞ്ചായത്തിലെ ജനാഭിലാഷത്തിനനുസൃതമായ രീതിയിൽ LDFൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം എടുക്കുന്ന നിമിഷം അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു.
അദ്ദേഹം രാജിവെക്കുകയുണ്ടായില്ല എന്നത് ഈ നിറമേതൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജനവിധിക്കെതിരെയുള്ള നിലപാടാണ്. ആ നിലപാടാണ് UDF പ്രവർത്തകന്മാർ, UDFിൻ്റെ മെമ്പർമാർ പൊളിച്ചെയ്തുകയും പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞ കാലങ്ങളിൽ CPM-നായില്ലെന്നും കഴിഞ്ഞ 6 മാസത്തിനിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലും പരാജയമായിരുന്നുവെന്നും UDF അംഗങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതായും അതിനുള്ള മറുപടിയാണ് ജനാധിപത്യ രീതിയിൽ നൽകിയതെന്നും MP അഷ്റഫ് പറഞ്ഞു. കഴിഞ്ഞ 6 മാസക്കാലം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന അദ്ദേഹം ഒരിക്കലും ജനാധിപത്യ മര്യാദയിൽ കൂടിയിട്ടല്ല പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ഭരണം കൈയാളുകയും ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, COVID-19 അത് നിയന്ത്രിക്കുവാൻ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് വികസന ജനകീയ ആസൂത്രണ പദ്ധതികൾ ശരിയായ രീതിയിൽ നിർവഹണം നടത്തുന്നതിന് പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഞങ്ങളുടെ UDFിൻ്റെ മെമ്പർമാർ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പല രീതിയിലുള്ള വശീകരണം എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. നെറികെട്ട രാഷ്ട്രീയമാണ് ഈ അവിശ്വാസ പ്രമേയം നൽകിയതിനെ തുടർന്ന് UDFിൻ്റെ മെമ്പർമാർക്കെതിരെ ഇവർ വന്നിട്ടുള്ളത്. പല മെമ്പർമാരെയും പല പ്രലോഭനങ്ങളും നൽകിക്കൊണ്ട് വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജനവിധി മാനിക്കുകയും രാഷ്ട്രീയ മര്യാദ എന്തെന്ന് LDFിൻ്റെ മെമ്പർമാരെയും UDFിൻ്റെ മെമ്പർമാർ ഇവിടെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നണിയും ഞങ്ങളുടെ നിറമേതൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്തുമാണ് ഞങ്ങൾക്ക് വലുത്. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെന്ന UDF നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അത്തരം നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും KT ശശി പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വീടുകൾ തോറും പണമെറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വാഭാവികമായും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജനത ചില വാർഡുകൾ ഞങ്ങൾക്കെതിരായി വിധിയെഴുത്തുണ്ടായി, ജനാധിപത്യമാണ്, ഞങ്ങളത് അംഗീകരിച്ച് പോകാൻ തയ്യാറുമാണ്. ഞങ്ങൾ അതിനകത്തേക്ക് കയറി ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകളോ മറ്റോ നടന്നിട്ടില്ല. ഇപ്പോൾ അവർ ആരോപിക്കപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ അവരുടെ അംഗങ്ങളെ സ്വാധീനിക്കാൻ പോയി എന്നുള്ളതാണ്. സൗഹൃദ സംഭാഷണങ്ങൾ നടത്തും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്. നല്ല സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ പോലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ ഈ ഭരണസമിതിയിൽപ്പെട്ട ഒരാളോ CPM-ൻ്റെ പ്രവർത്തകരോ ഒരാളോട് പോലും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്ക് തന്നെ അവരിൽ ആരെയോ പേടിയുണ്ട് എന്നതുകൊണ്ടാണ് അവർ മുൻകൂട്ടി ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കൂ, ഒരു സാധാരണഗതിയിൽ ഒരു അവിശ്വാസ പ്രമേയം നടക്കുന്ന സമയത്ത് ഒരു ബറ്റാലിയൻ പോലീസിന് ഇവിടെ ഇറക്കി, പിന്നെ ഹൈക്കോടതിയിൽ പോയി അവരെ തട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ഭീഷണി ഉണ്ടാക്കി. എന്തിനു വേണ്ടി? ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിനകത്ത് ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് നേടുന്നതല്ല ഭരണം എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് CPM അതുപോലെ തന്നെ ഇടതുപക്ഷവും. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില കുബിദ്ധികളായിട്ടുള്ള ചില വക്കീലുമാരുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ടായിരിക്കാം. കാരണം മുസ്ലിം ലീഗിലെ എല്ലാ അംഗങ്ങളും അവർ ആ രീതിയിലേക്ക് ചിന്തിച്ചതുകൊണ്ടാകാൻ വഴിയില്ല. എല്ലാവരും ഒരു മുൻകരുതൽ, ഞാനും ആളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചില മുൻകരുതലുകൾ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ പറ്റിയ ആളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടാകാം. ഇവിടെ ഇത്തരത്തിലേക്കുള്ള അനിഷ്ടപ്പ് മീഡിയകൾക്കാർക്കറിയാം. ഇവിടെ യാതൊരു തരത്തിലേക്കുള്ള ഞങ്ങളുടെ സൗഹൃദപരമായ വോട്ടെടുപ്പ് നടന്നു, ഞങ്ങളുടെ അവിശ്വാസ പ്രമേയത്തിലുള്ള ചർച്ച നടന്നു, അതെല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു. അത് അവസാനിപ്പിച്ചു. കേവലം അരമണിക്കൂർ പോലും എടുക്കാതെയാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ച അവസാനിപ്പിച്ചത്. പഞ്ചായത്തിൽ വികസനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്ന UDF വാദം കാര്യങ്ങൾ അറിയാതെയാണെന്നും വികസനങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ലെന്നും നേരിൽ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 20 കൊല്ലക്കാലം ഈ നിറമരുതൂർ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങൾ ഈ നിറമരുതൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ ജനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് ആ കാര്യത്തിൽ ആവശ്യമില്ല. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ ജനങ്ങൾ കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇപ്പോൾ V. അബ്ദുറഹ്മാനാണ് ഇവിടുത്തെ MLA, ഇവിടെ മന്ത്രിയുമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ നിറമരുതൂർ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ ഭരണസമിതി ആരോ ആവട്ടെ അവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ വികസന പ്രവർത്തനം ആവശ്യമായ പ്രവർത്തന ശൈലിക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേപരമായ നിലപാട് സ്വീകരിച്ചാൽ ഭരണസമിതിയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഭരണസമിതിയിൽ അംഗസംഖ്യയുടെ ബലമുണ്ട് എന്ന് കരുതി പക്ഷേപരമായ നിലപാട് സ്വീകരിച്ചാൽ ഒരു കണികക്ക് വിട്ടുകൊടുക്കാൻ ഈ പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണസമിതിയിലെ 8 അംഗങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം തയ്യാറാകില്ല എന്നതാണ് ഈ സാഹചര്യത്തിൽ ബോധ്യപ്പെടുത്താനുള്ളത്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് മുമ്പേ രാജിവെച്ചൊഴിയാനുള്ള മര്യാദ കാണിക്കേണ്ടതായിരുന്നുവെന്നും ഭരണത്തിൽ കടിച്ചു തൂങ്ങുകയാണ് CPM ചെയ്തതെന്നും DCC ജനറൽ സെക്രട്ടറി O. രാജൻ പറഞ്ഞു. കഴിഞ്ഞ തവണ
നിറമതൂർ പഞ്ചായത്തിൽ ജനങ്ങൾ UDF അധികാരത്തിലേറ്റതായിരുന്നു. പക്ഷേ ഒരു വോട്ട് ശരിക്കും സാധുവായ വോട്ട് അസാധുവാക്കിക്കൊണ്ട് കേവലം ജനാധിപത്യ വിരുദ്ധമായ രീതിയിലൊരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് 6 മാസവും നിയമപരമായി തുടർന്നു എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിക്ക് തയ്യാറാവേണ്ട അതായിരുന്നു രാഷ്ട്രീയ മര്യാദ. എന്തായാലും UDF മെമ്പർമാർ അവിശ്വാസം കൊണ്ടുവന്ന് പുറത്താക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ UDF നേതൃത്വത്തിന് പറയാനുള്ളത്. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം 99.47% വിജയം. 4,21,887 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,19,651 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഗ്രേഡ് മാർക്കില്ലാതെയാണ് വിജയമെന്നതാണ് ശ്രദ്ധേയം. ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു കുട്ടിക്കും അവസരം നഷ്ടമാകില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിക്കിടെ നടന്ന സംസ്ഥാനത്തെ 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ സർവകാല റെക്കോർഡ് വിജയം 99.47% വിജയശതമാനം. ഇതാദ്യമായാണ് വിജയശതമാനം 99 കടക്കുന്നത്. കഴിഞ്ഞ വർഷം 98.82 വിജയശതമാനം. 4,21,887 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,19,651 പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് 0.65% വർധനവ്. 1,21,318 കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. കഴിഞ്ഞ വർഷത്തെ 41,906 എന്നതിനേക്കാൾ A+ നേടിയവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം. വിജയശതമാനം കൂടിയ വിദ്യാഭ്യാസ ജില്ല പാലയാണ്. പ്രൈവറ്റായി പരീക്ഷ എഴുതിയവരുടെയും TH-SSLC പരീക്ഷാ ഫലവും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പരീക്ഷാ ഫലങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളിലുമായി 2,947 സെന്ററുകളിലായി 4,19,651. വിജയശതമാനം 99.47%. കോവിഡ് സൃഷ്ടിച്ച വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ അനുമോദിക്കുന്നു. കോവിഡിനിടെ നടന്ന പരീക്ഷയായതിനാൽ ഉദാര മൂല്യനിർണ്ണയമാണ് വിജയശതമാനം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഗ്രേസ് മാർക്കില്ലാതെ വിജയമെന്നതാണ് പ്രത്യേകത. ഇത്രയും വിദ്യാർത്ഥികൾ വിജയിച്ച സാഹചര്യത്തിൽ എല്ലാവർക്കും ഉന്നത പഠനം ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. എന്നാൽ വിജയിച്ച എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 17 മുതൽ 23 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. വിവിധ സർക്കാർ വെബ്സൈറ്റുകൾ വഴിയും കൈറ്റ് വിക്ടേഴ്സ് വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് ഫലം അറിയാനാകും. കേരള വിഷൻ, തിരുവനന്തപുരം. SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ 99.39 വിജയശതമാനവുമായി റെക്കോർഡ് വിജയവും ജില്ല കരസ്ഥമാക്കി. 75,554 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും മലപ്പുറം ജില്ലയിലാണ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും 2020-2021 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ മലപ്പുറം ജില്ലയിൽ റെക്കോർഡ് വിജയശതമാനമാണ് കരസ്ഥമാക്കിയത്. 99.39% മലപ്പുറത്തെ വിജയം. സംസ്ഥാനത്തെ എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ A+ നേടിയവരും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും മലപ്പുറം ജില്ലയിലാണ്. 18,970 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ എല്ലാ വിഷയത്തിലും A+ നേടി ചരിത്ര വിജയം സൃഷ്ടിച്ചത്. ഇതിൽ 13,160 പെൺകുട്ടികളും 5,810 ആൺകുട്ടികളുമാണ്. ജില്ലയിൽ പരീക്ഷ എഴുതിയ 76,014 വിദ്യാർത്ഥികളിൽ 75,554 വിദ്യാർത്ഥികളും ഇത്തവണ ഉപരിപഠനത്തിന് യോഗ്യത നേടി. അതിൽ 38,274 ആൺകുട്ടികളും 37,280 പെൺകുട്ടികളുമാണ്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ 99.87%, തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ 98.56%, വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ 99.18% വിജയം. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ 26,513 വിദ്യാർത്ഥികളിൽ 26,478 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ്. തിരൂരിൽ 15,754 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,527 വിദ്യാർത്ഥികളും വണ്ടൂരിൽ 15,555 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 14,931 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ 7,838 വിദ്യാർത്ഥികളും തിരൂരിൽ 3,177
വിദ്യാർത്ഥികളും വണ്ടൂരിൽ 3856 വിദ്യാർത്ഥികളും തിരൂരങ്ങാടിയിൽ 4099 വിദ്യാർത്ഥികളും എല്ലാ വിഷയത്തിനും A+ നേടി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിലെ എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 2076 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ജുമാ നമസ്കാരത്തിന് അനുമതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തുമെന്ന് സമസ്ത. വ്യാഴാഴ്ച ഒരേ സമയം സെക്രട്ടേറിയറ്റിലും മുന്നിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും ചേളയിൽ ചേർന്ന സമസ്ത ഏകോപന സമിതി യോഗത്തിലാണ് തീരുമാനം. കോവിഡ് നിയന്ത്രണങ്ങൾ സർക്കാർ ഘട്ടം ഘട്ടമായി ലഘൂകരിക്കുമ്പോഴും ആരാധനാലയങ്ങൾക്ക് മാത്രം ഇളവ് അനുവദിക്കാത്തത് വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ ജുമുഅ നമസ്കാരത്തിന് ആവശ്യമായ എണ്ണം വിശ്വാസികൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സർക്കാരിന് നിവേദനവും നൽകി. എന്നാൽ അനുകൂല നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് സെക്രട്ടേറിയറ്റ്, കളക്ടറേറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്താൻ സമസ്ത തീരുമാനിച്ചത്. ചേളാരി സമസ്താലയത്തിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പോഷക സംഘടനകളും ഉൾപ്പെട്ട സമസ്ത ഏകോപന സമിതി യോഗത്തിലാണ് തീരുമാനം. ഓഫീസുകൾക്ക് മുന്നിലും കോവിഡ് പ്രോട്ടോക്കോളുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടിട്ട് പ്രതിഷേധം നടത്താൻ ശക്തമായ നിലക്ക് പ്രതിഷേധം നടത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനോടും മറ്റ് ബന്ധപ്പെട്ടവരോടും പറയാനുള്ളത്, ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുടെ വികാരവും അവരുടെ ആവശ്യമൊക്കെ 40 ആളുകളെ അനുവദിച്ചു കൊണ്ടിട്ട്, ചുരുങ്ങിയത് 40 ആളുകളെയും അനുവദിച്ചു കൊണ്ടിട്ട് വെള്ളിയാഴ്ച ജുമാക്കുള്ളതായ അവസരം ഒരുക്കി തരണം. അത് ജുമാ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞങ്ങളതിനെ തടുക്കണില്ലല്ലോ, ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താലേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞതൊന്നും അതിൻ്റെ ഉത്തരമല്ല. കംപ്ലൈൻറ്റ് ആരും ചെയ്യാം, എപ്പോഴും ചെയ്യാം. അപ്പോൾ നിർഭയരായിക്കൊണ്ട് ഞങ്ങൾക്ക് ജുമാ നിസ്കരിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ നിയമങ്ങളൊക്കെ എതിരായി കൊണ്ടിട്ട് പള്ളിയിൽ എല്ലാവരും കൂടി നിസ്കരിക്കുക എന്നുള്ളത്, അത് ഇതുവരെ ആ ഒരു സ്വഭാവത്തിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോയിട്ടില്ല. അതുകൊണ്ടാണ് വളരെ മാന്യമായ ഭാഷയിൽ വളരെ എല്ലാവിധ ബഹുമാനങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടിട്ട് ഗവൺമെൻറ്റിനോട് ഈ അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ആവശ്യമായ എണ്ണം വിശ്വാസികളെ ഉൾപ്പെടുത്തി ജുമുഅക്കും ബലിപെരുന്നാൾ നമസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് 15 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സമസ്ത ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ജില്ലാ കളക്ടറേറ്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുമ്പിലും സംഗമങ്ങൾ നടത്താനും തീരുമാനിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും പ്രതിഷേധ സംഗമങ്ങൾ നടക്കുക. സമസ്ത ഏകോപന സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായി. കൺവീനർ MT അബ്ദുള്ള മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, K ഉമ്മർ ഫൈസി മുക്കം, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവി കൂരിയാട്, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വാക്കോട് M മൊയ്തീൻകുട്ടി ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, E മൊയ്തീൻ ഫൈസി പുത്തനഴി, KKS തങ്ങൾ വെട്ടിച്ചിറ, നാസർ ഫൈസി കൂടത്തായി, റഷീദ് ഫൈസി വെള്ളായിക്കോട് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF പ്രവർത്തകർ വ്യാജ ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്നതായി പരാതി. വ്യാജ സന്ദേശങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന ഇത്തരക്കാർക്കെതിരെ IT ആക്ട് പ്രകാരം നടപടിയെടുക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി ആവശ്യപ്പെട്ടു. വാക്സിൻ വിതരണം CPM നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും നമ്മുടെ പ്രവർത്തകർക്ക് ലഭിക്കാൻ കൗൺസിലർ C നജിബുദ്ദീനുമായി ബന്ധപ്പെടണമെന്നും കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടിക്ക് 4 ഡോസ് വാക്സിൻ നൽകിയതായും വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നു. നഗരസഭാ കൗൺസിലറുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ UDF കൗൺസിലറാണ് ശബ്ദ സന്ദേശം പോസ്റ്റ് ചെയ്തത്. സന്ദേശം വ്യാജമാണെന്നും ഇത് ലഭിച്ചത് വ്യക്തമാക്കണമെന്നും നജിബുദ്ദീൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇത് വ്യക്തമാക്കാൻ പോസ്റ്റ് ചെയ്ത കൗൺസിലർ തയ്യാറായില്ല. ഇതേ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട നജിബുദ്ദീൻ DYSPക്കും നഗരസഭാ ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകി. ഇപ്പോൾ CPMൻ്റെ ഒരു പ്രവർത്തകൻ CPMകാരോട് സംസാരിക്കുന്ന രൂപത്തിലേക്ക് ഒരു വ്യാജ വോയിസ് സന്ദേശം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപ്രകാരം മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള നജമുദ്ദീന്, CPM ഏരിയ സെക്രട്ടറിയായ ഞങ്ങളുടെയൊക്കെ പേര് പരാമർശിച്ചുകൊണ്ട് ഇവിടെ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത് CPMൻ്റെ നേതാക്കന്മാരാണ്, കോവിഡ് വാക്സിൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ CPM നേതാക്കന്മാരെ സമീപിച്ചാൽ മതി എന്ന തോതിൽ വ്യാജമായി വോയിസ് ഉണ്ടാക്കി, വ്യാജ വാർത്തയുണ്ടാക്കി, അത് UDFൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ എല്ലാ UDF അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ ഒരു മുനിസിപ്പൽ കൗൺസിലറും.
27-ാം വാർഡിലെ UDFൻ്റെ മുനിസിപ്പൽ കൗൺസിലറാണ് ഇത് പ്രചരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അയാളോട് സംസാരിച്ചു. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ എൻ്റെ കണക്കിൽ വസ്തുതാപരമാണ്, ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു മുനിസിപ്പൽ കൗൺസിലർ വ്യാജ വാർത്തയുണ്ടാക്കി ആ വ്യാജ വാർത്ത വ്യാപകമായി തിരൂർ മുനിസിപ്പാലിറ്റിയിൽ CPM-നെതിരായി CPM നേതാക്കന്മാർക്കെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കയ്യിലും ഈ വോയിസ് വന്നു ചേർന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ DYSPക്കും തിരൂർ മുനിസിപ്പൽ സെക്രട്ടറിക്കും മുനിസിപ്പൽ ചെയർമാനും ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ മുനിസിപ്പൽ ചെയർപേഴ്സൺ നടപടി സ്വീകരിക്കണം. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്നാണ് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നതെന്നും ഇത്തരക്കാർക്കെതിരെ IT ആക്ട് പ്രകാരം നടപടിയെടുക്കണമെന്നും CPM ഏരിയ സെക്രട്ടറി P. ഹംസക്കുട്ടി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് അല്ലാത്തവർ ആരെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ലീഗുകാർ ചോദ്യം ചെയ്യുക. ഞങ്ങൾ മാത്രമേ ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ, മറ്റാരും ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് മുനിസിപ്പൽ കൗൺസിലർ ചോദ്യം ചെയ്തപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്താൻ ഒരു കൗൺസിലറുടെയും സമ്മതം ആവശ്യമില്ല, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും, നിങ്ങളെ നിയമം നിങ്ങളെ വീട്ടിൽ നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞത് സ്ത്രീയായ മുനിസിപ്പൽ കൗൺസിലർക്കെതിരായിട്ടുള്ള കയ്യേറ്റമായി കണക്കാക്കിയിട്ട് അതിനെതിരെ പരാതി കൊടുത്താലുള്ള മുസ്ലിം ലീഗ് നേതൃത്വം. മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൽ പരാതി കൊടുത്തു. തിരൂർ പോലീസ് അതിന് ബന്ധപ്പെട്ട ആളെ വിളിച്ച് സംസാരിച്ച ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തരത്തിൽ വ്യാപകമായിട്ട് ഏറ്റവും വില കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിയാത്ത ചില ആളുകളുണ്ടല്ലോ, നേർക്ക് നേരെ ഏറ്റുമുട്ടാനും വരാൻ കഴിയുന്നില്ല, രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വമാണല്ലോ അവരെ ബാധിച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. ആ തരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അപ്പം മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഏതാനും ചെറുപ്പക്കാരെ ഈ സൈബർ ഇടങ്ങളിൽ വ്യാജ പ്രൊഫൈലുകളും വ്യാജ വാർത്തകളും വ്യാജ പോസ്റ്റുകളും ഉണ്ടാക്കി CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ്, കൗൺസിലർ നജീബുദ്ദീൻ, CPM ഏരിയ കമ്മിറ്റി അംഗം PP. ലക്ഷ്മണൻ, റഹീം ഏച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച തിരൂർ CIക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം ബൈജുനാഥ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് മാധ്യമ ദിനപത്രത്തിന്റെ ലേഖനം മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ KPM റിയാസിന് മർദ്ദനമേറ്റത്. മാധ്യമം ദിനപത്രത്തിന്റെ ലേഖകനും മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ KPM റിയാസിനെ മർദ്ദിച്ച തിരൂർ CI TP ഫർഷാദിനെതിരെ അന്വേഷണത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സംഭവത്തിൽ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. KPM റിയാസ് സമർപ്പിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് സംഭവം. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പുറത്തൂർ പുതുപ്പള്ളിയിലെ കടയിൽ നിൽക്കുമ്പോഴാണ് തനിക്ക് മർദ്ദനമേറ്റതെന്ന് പരാതിക്കാരൻ അറിയിച്ചു. ഇടതുകാലിലും ഇരുതോളിലും കയ്യിലും കാലിലും ലാത്തി ഉപയോഗിച്ച് ശക്തിയായി മർദ്ദിച്ചു. മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞപ്പോൾ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചതായും പരാതിയിലുണ്ട്. തുടർന്ന് പരാതിക്കാരൻ തിരൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സാധനങ്ങൾ വാങ്ങാനെത്തിയ തന്നെ അകാരണമായി മർദ്ദിച്ച CI TP ഫർഷാദിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ച ശേഷം കേസ് കമ്മീഷൻ പരിഗണിക്കും. ട്രോമാ കെയർ വളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പിന് തിരൂരിൽ തുടക്കമായി. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പരിശീലനം ഡെപ്യൂട്ടി തഹസിൽദാർ R. സജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ സന്നദ്ധ പ്രവർത്തകർ, NCC കേഡറ്റ്, റെഡ് ക്രോസ്, സ്കൗട്ട്സ് എന്നിവർക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ് തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ R. സജീവ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ സുജിത് SP എന്നിവരുടെ ഇൻസ്ട്രക്ടറുടെ നേതൃത്വത്തിലുള്ള NDRFൻ്റെ ടീമാണ് ഇന്ന് ഇവിടെ നമുക്ക് ഈ സന്നദ്ധ സേനാംഗങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംശയങ്ങൾ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും അത് എങ്ങനെയാണ് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായ ക്ലാസ് അവർ നടത്തുന്നതായിരിക്കും. ഇത് ഒരു വളരെ വിജയമായി തീരട്ടെ. എല്ലാവരുടെയും ഈ നമ്മളുടെ ഇവിടെ കൂടിയിട്ടുള്ള ഈ സന്നദ്ധ സേനാംഗങ്ങളുടെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
വേറെ ഒന്നും തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇതില്ലാതെ സ്വന്തം സമൂഹത്തിനോടുള്ള ആ ഒരു ഉത്തരവാദിത്വം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് തുടർന്ന് ഒരു പ്രചോദനമാകട്ടെ എന്നും അതിന് സഹായകമാകട്ടെ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീ ഉമേഷ് സി ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. വി ഹസീബ് അലി അക്ബർ, ഉമേഷ് ചന്ദ് എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച ആരംഭിച്ച ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. 9 പേർ വീതമാണ് ക്യാമ്പിൽ സംബന്ധിക്കുന്നത്. ജൂൺ 25-ന് മഞ്ചേരിയിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. മഞ്ചേരി, കൊണ്ടോട്ടി, തിരുരങ്ങാടി, പൊന്നാനി, നിലമ്പൂർ താലൂക്കുകളിലും ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. 21-ന് പെരിന്തൽമണ്ണയിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടെ ജില്ലയിലെ പരിശീലന ക്യാമ്പിന് സമാപനമാകും. Today it's a moment of pleasure. We all have gathered here for a inductive training session about current vulnerable topic, disaster response as well as awareness and preparedness. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിനായി ചമ്രവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറി ഒരുങ്ങി. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്തവർക്കായി മൊബൈൽ ഫോൺ ലഭ്യമാക്കുന്നതിനായി അധ്യാപകരും PTA-യും ചേർന്നൊരുക്കിയ ഡിജിറ്റൽ ലൈബ്രറി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി ഉദ്ഘാടനം ചെയ്തു. സൗകര്യമില്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, ഓരോ വീട്ടിലും വലിയ പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ. ആദ്യം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ലാന്നുള്ളത് അവരെ അധ്യാപകരെ അറിയിക്കുന്നു. നമ്മളത് കണ്ടെത്തുന്നതിന് എല്ലാ സ്കൂളിലും നല്ല രീതിയിൽ ഇത് കണ്ടെത്തി കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിലെല്ലാ അധ്യാപകരെയും ആദ്യമായി അഭിനന്ദനം ചെയ്യുന്നു. PTA പ്രസിഡന്റ് KP നൌഷാദ് അധ്യക്ഷനായിരുന്നു. TV ലൈല, VP ഹംസ, U സാജിദ, K ജയപ്രകാശ്, K കബീർ, KV സൈതാരിക്കുട്ടി, MK ഹൗലത്ത്, G ഉണ്ണികൃഷ്ണപിള്ള, VV അനിത തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി സമൂഹത്തിന്റെ ഉപജീവനത്തിലുള്ള ചെറുത്തുനിൽപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SDPI തിരു മുനിസിപ്പൽ കമ്മിറ്റി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. തിരൂരിൽ നടന്ന ജനകീയ പ്രക്ഷോഭം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരു യൂണിറ്റ് സെക്രട്ടറി സമന്ത് പ്ലസന്റ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സമൂഹത്തിന്റെ ഉപജീവനത്തിനുള്ള ചെറുത്തുനിൽപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് SDPI തിരു മുനിസിപ്പൽ കമ്മിറ്റി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. തിരൂരിൽ നടത്തിയ പ്രക്ഷോഭ പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരു യൂണിറ്റ് സെക്രട്ടറി സമത് പ്ലസന്റ് ഉദ്ഘാടനം ചെയ്തു. ദുഃഖകരമായ കാര്യം അല്ലെങ്കിൽ സങ്കടകരമായ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമര പരിപാടികൾക്ക് അല്ലെങ്കിൽ വ്യാപാരികളുടെ സമരത്തിന് ആദ്യമായി ഈ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ SDPI പ്രസ്ഥാനമാണ്. അവരെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ നന്ദി കൂടി അറിയിക്കുകയാണ്. ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂളിലേക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും കൊടുക്കുന്ന അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങുന്ന അധ്യാപക സംഘടനകൾ, ഇവിടുത്തെ സർക്കാരുകളെ നിയന്ത്രിക്കുന്ന അധ്യാപക സംഘടനകൾ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നേ വരെ. അപ്പോൾ അവിടെ ഇന്നിപ്പോ കാലം മാറി, അതിന്റെ സിസ്റ്റം മാറി. ഇന്ന് സ്കൂളിലേക്ക് ആവശ്യമുള്ളത് ബെഞ്ചും കസേരയുമല്ല, പകരം അവർക്ക് ലാപ്ടോപ്പ് വേണം, മൊബൈൽ ഫോൺ വേണം, ഓൺലൈൻ ക്ലാസ്. ഷാഫി തിരൂർ അധ്യക്ഷനായിരുന്നു. SDPI മുനിസിപ്പൽ സെക്രട്ടറി ഇബ്രാഹിം പുത്തുത്തോട്ടിൽ, ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ ട്രഷറർ ഷിഹാബ് ലിയ സിൽക്സ്, SDPI തിരൂർ മണ്ഡലം പ്രസിഡന്റ് ഹംസ അന്നാര, സെക്രട്ടറി നജീബ് തിരൂർ തുടങ്ങിയവർ സംസാരിച്ചു. തിരു ചേംബർ ഓഫ് സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ഓൾ കേരള ഫുഡ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അലി ഭാവ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷെബീർ അസോസിയേറ്റഡ്, വ്യാപാരി വ്യവസായി സമിതി നേതാവ് ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾക്ക് അനസ് ചബ്ര, കബീർ ഇല്ലത്തപ്പാടം, അബ്ദുറഹ്മാൻ കണ്ടാത്തിൽ, അബ്ദുറഹ്മാൻ മുളിയത്തിൽ, ഷെഫീഖ് അനാര, റഷീദ് സഞ്ചരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ കൈത്താങ്ങ്. പുതിയങ്ങാടി നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. നാട്ടുകൂട്ടം അഡ്മിൻ അബ്ദുറഹ്മാൻ ഫോണുകൾ കൈമാറി. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് പുതിയങ്ങാടി നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തത്. BP അങ്ങാടി GMEP സ്കൂളിൽ നടന്ന ചടങ്ങിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബോബൻ എന്നിവർക്ക് നാട്ടുകൂട്ടം അഡ്മിൻ അബ്ദുറഹ്മാൻ മൊബൈൽ ഫോണുകൾ കൈമാറി. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായത് കോട്ടത്തറ സ്കൂളിലാണ്. ഈ സമയത്ത് കോട്ടത്തറ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഫോണുകളായാലും TV ആയാലും വീട്ടിലിരുന്ന് കണ്ട് ഈ മൊബൈൽ സൗകര്യം പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആദ്യമായിട്ട് കോട്ടത്തറ സ്കൂളാണെന്നുള്ള അഭിമാനത്തോടെ ഇവിടെ പ്രഖ്യാപിക്കുന്നു.
ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബാബു, വാർഡ് മെമ്പർ അസ്മാബി, PTA പ്രസിഡന്റ് രവി, നാട്ടുകൂട്ടം കൂട്ടായ്മ അഡ്മിന്മാരായ അഷ്റഫ് റീഗൽ, മുഹമ്മദ് റഫീഖ്, അഷ്റഫ് അലി ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ശുക്രിയ ഫാമിലി ഗ്രൂപ്പ് സ്കൂളിന് നൽകിയ മൊബൈൽ ഫോൺ ഷാജി ശുക്രിയ വൈസ് പ്രസിഡന്റ് ബാബുവിന് കൈമാറി. അതോടൊപ്പം തന്നെ സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ റഫാൻ തുമ്പിൽ സ്കൂളിന് നൽകിയ ഫോൺ റഫാനും പിതൃ സഹോദരനായ നാസർ കുറ്റൂരും ചേർന്ന് PTA പ്രസിഡന്റ് രവിക്ക് കൈമാറി. നമുക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഈ ഒരു വിഷയം ഞങ്ങളുടെ മുന്നിൽ വരികയും അതിനുവേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആദ്യം ഇത്ര നൽകാൻ പറ്റുമോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ നമ്മൾ 5 എണ്ണത്തിനാണ് പ്ലാൻ ചെയ്ത് സ്കൂൾ അധികൃതമായിട്ട് സംസാരിച്ചത്. 5 ഡിവൈസ് നമ്മൾ നൽകാറുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലെ എല്ലാവരുടെയും നിർലഭമായ സഹകരണം അത് മേലോട്ട് ഉയർന്നു പോവുകയും അത് 5-ൽ നിന്ന് 6, 7, 8, 9, 10 ശരിക്കും പറഞ്ഞാൽ 11 ആയിട്ടുണ്ട്. 11 ഡിവൈസ് ഞങ്ങളുടെ അഡ്മിൻ പാനലിൽ ഉൾപ്പെടെ 11 ഡിവൈസ് നമ്മൾ ഇന്നിവിടെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ സ്കൂളിൽ മീൻസ് JLP സ്കൂൾ, ഗേൾസ് ഹൈ സ്കൂൾ, നമ്മൾ കോട്ടത്ര സ്കൂൾ നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അതിനോടുള്ള ഒരു മാനസികമായ അടുപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചടങ്ങിൽ തലക്കാട് പഞ്ചായത്തിൽ ഡിജിറ്റൽ സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യത്തെ സ്കൂളായി JMP സ്കൂളിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ, ഹെഡ്മിസ്ട്രസ്, PTA പ്രസിഡന്റ് ഷമീർ പൂക്കയിൽ തുടങ്ങിയവർ ചേർന്ന് കൂട്ടായ്മ നൽകിയ ഫോണുകൾ ഏറ്റുവാങ്ങി. ശക്തമായ കാറ്റിലും മഴയിലും താനൂർ പുത്തൻതെരു ജുമാ മസ്ജിദിന്റെ മേൽക്കൂര ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മുറിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മസ്ജിദിന്റെ മേൽക്കൂരയായി പണിത ഷീറ്റ് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് അതുവഴി വന്ന വാഹനവും കാൽനട യാത്രക്കാരനും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10 മണി സമയത്താണ് അതിശക്തമായ കാറ്റ് വീശുകയുണ്ടായി. പള്ളിയുടെ മേലെ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്തിരുന്നു. 3 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ചെയ്ത സീറ്റ് വർക്കാണ് ശക്തമായ കാറ്റിൽ ഇന്നലെ രാത്രി നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വന്ന് വീഴുകയും ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ക്രെയിനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള പള്ളിക്ക് അതേപോലെ തന്നെ നമ്മൾ ഈ പള്ളിൻ്റെ മേലെ നമ്മൾ സീറ്റ് വർക്ക് ചെയ്തിരുന്ന ഒരു 3 ലക്ഷം രൂപയോളം ഈ കാറ്റിൻ്റെ ഫലമായി നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം വലിയൊരു അപകടമാണ് ഇന്നലെ ഒഴിവായത്. കാരണം ഒരു കാറിൻ്റെ ഗ്ലാസ്സിലേക്ക്, സൈഡ് ഗ്ലാസ്സിലേക്ക് ഒരു ഓണും അതോടൊപ്പം തന്നെ ഒരു പോസ്റ്ററും വന്നടിക്കുകയും ഗ്ലാസ് പൊട്ടുകയുണ്ടായി. ഒരു ബൈക്ക് ആ സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആൾ താഴെ വീഴുകയും അദ്ദേഹം തലനാരിക്കാണ് രക്ഷപ്പെട്ടത്. ഏതായാലും ഒരു വലിയ അപകടമാണ് ഇന്നലെ ഒഴിവായി കിട്ടിയിട്ടുള്ളത്. ബുധനാഴ്ച രാവിലെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് തകർന്നു വീണ ഷീറ്റ് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ നിന്നും നീക്കം ചെയ്തു. ശക്തമായ കാറ്റിൽ താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശം. മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. താനൂർ ശോഭാപ്പറമ്പ് ഭാഗത്തും നിരവധി മരങ്ങൾ മുറിഞ്ഞു വീണു. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശം സംഭവിച്ചു. മൂലക്കലിൽ തൈവളപ്പിൽ റസാക്കിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. വാർഡ് മെമ്പർ ഷബ്ന ആഷിഖ് സ്ഥലം സന്ദർശിച്ചു. തൈവളപ്പിൽ അബ്ദുൾ റസാഖ് എന്നവരുടെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. മൂലക്കൽ നമ്മുടെ 1-ാം വാർഡിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ആ കാറ്റിൽ ഭയങ്കര നാശനാശനം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ വീട് ഭാഗികമായി തകർന്നൊരു നിലയിലാണ് ഉള്ളത്. അടുക്കള ഭാഗമാണെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു ഭാഗം മുഴുവനായിട്ടും തകർന്നിട്ടുണ്ട്. എന്തായാലും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ്. പിന്നെ വലിയൊരു അപകടം അവിടെ നിന്ന് ഒഴിവായി പോയിട്ടുള്ളതാണ്. ഒരു തെങ്ങ് ഒരു മരക്കൊമ്പിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീട് തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുമായിരുന്നു. ഒരുപാട് ചെറിയ മക്കളും ഒക്കെ ഉള്ള വീടാണ്. അപ്പോൾ അവർക്ക് അർഹമായ ഒരു ധനസഹായം കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ബാക്കി പല ഏരിയകളിലും ദയാപുരത്ത് ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തെങ്ങ് വീണതായിട്ടും മരക്കൊമ്പുകൾ വീണതായിട്ടും ഒരുപാട് വിഷയം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ദയാ ഹോസ്പിറ്റലിന് ചേർന്ന് നിൽക്കുന്ന ഒരു വീട്, അച്ചുണ്ണിയേട്ടൻ്റെ വീട്, അവരുടെ വീട്ടിലും ഇതേപോലെ മതിൽ വീണ് അവരുടെ വീട്ടിൻ്റെ സൈഡും ബാത്റൂമും ഒക്കെ നശിച്ചൊരവസ്ഥ കാണുന്നുണ്ട്.
അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ ഒരു കാറ്റ് വളരെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ 1-ാം വാർഡിൽ ഉണ്ടായിട്ടുണ്ട്. താനൂർ ശോഭാപറമ്പിൽ കാട്ടുങ്ങൽ പ്രഭാകരന്റെ വീട്ടിലെ തെങ്ങ്, കവുങ്ങ്, തേക്ക് ഉൾപ്പെടെ നിരവധി മരങ്ങൾ മുറിഞ്ഞു വീണു. വലിയപുരക്കൽ ബാലൻ, പതിയമ്പാട്ട് ബാലൻ, പൊന്നാട്ടിൽ കൗസിൽ എന്നിവരുടെ വീട്ടുവളപ്പിലെ തെങ്ങ് ഉൾപ്പെടെ നിരവധി മരങ്ങൾ മുറിഞ്ഞു വീണു. തറയിൽ സാവിത്രി, കിടങ്ങത്ത് സുരേഷ്, സത്യൻ എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൗൺസിലർ ഉമ്മുകുൽസു സ്ഥലം സന്ദർശിച്ചു. BJP നേതാക്കളായ പ്രിയേഷ്, രവി കുന്നത്ത്, ദാമോദരൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ വൈകുന്നേരം 9 മണിയോടുണ്ടായിരുന്ന ചുഴലിക്കാറ്റിൽ കാട്ടിങ്ങൽ പ്രഭാകരൻ്റെ വീട്ടിൽ ഉണ്ടായ പിന്നെ ശോഭപറമ്പിൽ ആവേൻ്റെ വീട്ടിലും ഉണ്ടായ ചുഴലിക്കുണ്ടായ നാശനഷ്ടത്തിൽ ഏകദേശം കാട്ടിങ്ങൽ പ്രഭാകരൻ്റെ ഒരു 22ഓളം കൂട്ടം വെറ്റിലക്കൊടി വീണിട്ടുണ്ട്. അത് അവൻ്റെ ഒരു ഉപജീവനമാർഗ്ഗമായിട്ടുള്ളതാണ് വെറ്റിലക്കൊടി. അതേമാതിരി വീട്ടിൻ്റെ അടുത്ത് ഒരു 4-5 തെങ്ങ്, 10-12 കവുങ്ങുകൾ, പിന്നെ അയിനിമരം, പ്ലാവുമരം കൂടി മുറിഞ്ഞ് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകൃതി ദുരന്തത്തിൽ ഉണ്ടായ സംഭവത്തിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിൽ നിന്നും പാവപ്പെട്ട ഒരു കർഷകനും കൂടിയായ കാട്ടിങ്ങൽ പ്രഭാകരന് അത് ഗവൺമെൻറ്റിൽ നിന്ന് തക്കതായ അതിനുള്ള നാശനഷ്ടം കിട്ടണമെന്നാണ് പറയുന്നത്. അത് കൃഷി വകുപ്പിനോടും താനൊരു വില്ലേജിനോടും ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അവർ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം പ്രകൃതി ദുരന്തം കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പ്രഭാകരൻ്റെ ഒരു ഉപജീവനം കൂടിയാണ് വെറ്റില. മന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് തിരൂർ നിവാസികൾ. പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്താനാവാതെ തൂണിൽ തൂങ്ങുന്ന പാലങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് വെള്ളിയാഴ്ച സന്ദർശിക്കും. തിരൂർ പാലം പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്താനാവാതെ വിവാദങ്ങളിൽപ്പെട്ട തിരൂരിലെ പാലങ്ങൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് വെള്ളിയാഴ്ച വൈകിട്ട് 4 സന്ദർശിക്കും. മെയ് 27-നാണ് MLA കുർക്കോളി മൊയ്തീൻ പാലങ്ങൾ തുറക്കുന്നതിനായി സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. തിരൂർ താനൂർ റോഡിലുള്ള താഴെപ്പാലവും തിരൂർ റെയിൽവേ പാലവും മുത്തൂർ റെയിൽവേക്ക് മീതെയുള്ള പാലവുമാണ് ഉദ്ഘാടനം നടത്താനാവാതെ വർഷങ്ങളായി കുരുക്കിൽപ്പെട്ടത്. അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കാത്തതും നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ടില്ലാത്തതും തടസ്സമായി നിന്നു. പാലം തുറന്നുകൊടുത്താൽ തിരൂരിലെ ഗതാഗത കുരുക്കിന് ഏറെ പ്രയാസമാകും. മന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് തിരൂർ ജനത. വെട്ടത്ത് വാക്സിനേഷൻ നൽകുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നു. ടോക്കൺ നൽകുന്ന സംവിധാനം അട്ടിമറിച്ച് സ്പോട്ട് രജിസ്ട്രേഷനിൽ അടുപ്പമുള്ളവരെ തിരികെ കയറ്റുന്ന നിലപാടാണ് മെഡിക്കൽ ഓഫീസർ സ്വീകരിക്കുന്നതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു പറഞ്ഞു. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് വാക്സിനേഷൻ നൽകുന്നതിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നു. സമീപ പഞ്ചായത്തുകൾ സ്വീകരിച്ചു വരുന്ന പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള ടോക്കൺ നൽകുന്ന സംവിധാനം അട്ടിമറിച്ച് സ്പോട്ട് രജിസ്ട്രേഷനിൽ അടുപ്പമുള്ളവരെ തിരികെ കയറ്റുന്ന നിലപാടാണ് മെഡിക്കൽ ഓഫീസർ സ്വീകരിച്ചു വരുന്നത്. കോർ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിപരീതമാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു പറഞ്ഞു. വട്ടം പഞ്ചായത്തിലെ നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് റേറ്റ് കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ അടിക്കാൻ ജനങ്ങൾ പുലർച്ചെ 4 മണിക്ക് വട്ടം പഞ്ചായത്ത് CHS-ലെത്തണം. പുലർച്ചെ 4 മണിക്ക് എത്തിയിട്ട് 9 മണിക്കാണ് അവിടെ ടോക്കൺ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് ഭരണസമിതി കോവിഡ് വ്യാപനം കുറയ്ക്കാൻ സജീവമായി ഇടപെടുന്ന സമയത്താണ് ഈ ധിക്കാരമായ നടപടിയുമായി വട്ടം CHS മുന്നോട്ട് പോകുന്നത്. 2-3 പ്രാവശ്യം കോർ കമ്മിറ്റി കൂടിയിട്ട് കോർ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുത്തതായിരുന്നു. കോവിഡ് വാക്സിൻ സമീപ പഞ്ചായത്തുകളിൽ കൊടുക്കുന്നത് പോലെ എല്ലാ വാർഡ് ബേസിലും മെമ്പർമാർ വഴി ടോക്കൺ കൊടുത്ത് കോവിഡ് വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനം കോർ കമ്മിറ്റിയിൽ എടുത്തതായിരുന്നു. ആ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വാക്സിന് ടോക്കൺ കൊടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ടോക്കൺ രാവിലെ മുതൽ കൊടുക്കുന്നത്. അത് കോവിഡ് വ്യാപനം കൂടാൻ സാഹചര്യം ഒരുക്കുന്ന ഈ സന്ദർഭത്തിൽ വട്ടം CHS-ലെ അധികാരികൾ വട്ടം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നല്ല രീതിയിൽ അടിക്കാനുള്ള സംവിധാനം നിലനിർത്തി തരുന്നതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പുലർച്ചെ 5 മണി മുതൽ 500-ൽ പരം ആളുകളാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ടോക്കണിനായി വരുന്നത്. ഇത് തുടർന്നാൽ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനാവാതെ വരുമെന്നും പ്രതിഷേധം അറിയിക്കാനായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമരം നടത്താനാണ് തീരുമാനമെന്നും കളരിക്കൽ റിയാസ് ബാബു പറഞ്ഞു. മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കോർ കമ്മിറ്റിയിൽ എല്ലാ കോർ കമ്മിറ്റിയിലെ ആവശ്യം നമ്മൾ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പോകും. മെഡിക്കൽ ഓഫീസർ അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. സമീപ പഞ്ചായത്തുകളൊക്കെ വാക്സിനേഷൻ ചെയ്യുന്നത് വാർഡ് ബേസിലാണ്. തലക്കാട്, പുറത്തൂർ, കൂട്ടായി, നിർമ്മന്തൂർ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളും വാക്സിനേഷൻ നൽകുന്നത് വാർഡ് ബേസിൽ
ജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ജനങ്ങൾ പുലർച്ചെ പോയി ക്യൂ നിൽക്കുകയാണ്. 100 ഡോസും 200 ഡോസൊക്കെ ചില ദിവസങ്ങളുണ്ടാവും. അതിന് 500ഉം 1000 ആൾക്കാരാണ് പുലർച്ചെ വന്ന് ക്യൂ നിന്നിട്ട് വാക്സിനേഷൻ ടോക്കന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം. അത് നമ്മുടെ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം കൂടാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മെഡിക്കൽ ഓഫീസറും മറ്റു ഭരണാധികാരികളും 8 പഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങൾക്കും നല്ല രീതിയിൽ വാക്സിനേഷൻ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കി തരണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് പഞ്ചായത്തിൽ 11.06%. 165 കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസവും ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം പഞ്ചായത്തിൽ 33ആയി. ബ്യൂട്ടി പാർലറുകൾ തുറക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബ്യൂട്ടി പാർലർ ജീവനക്കാർ അതിജീവന സമരം നടത്തി. താനൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി CP അശോകൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ബ്യൂട്ടി പാർലറുകൾ ദിവസവും തുറക്കാൻ അനുമതി നൽകുക, ബ്യൂട്ടി പാർലർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബ്യൂട്ടി പാർലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താനൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. CPM ലോക്കൽ സെക്രട്ടറി CP അശോകൻ ഉദ്ഘാടനം ചെയ്തു. വമ്പിച്ച തോതിലുള്ള ലോണുകൾ വാങ്ങി വലിയ സംഖ്യ അഡ്വാൻസ് കൊടുത്ത് ഈ പ്രദേശങ്ങളിലുള്ള ബിൽഡിംഗ് മുതലാളികൾക്ക് മാസത്തിൽ വമ്പിച്ച വാടകയും കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, കോവിഡിൻ്റെ രൂക്ഷമായ വ്യാപനത്തിൻ്റെ ഭാഗമായും DPR നിരക്ക് ശാസ്ത്രീയമായി കുറയ്ക്കുന്നതിനാവശ്യമായി ലിൻഡ P അധ്യക്ഷയായിരുന്നു. കൗൺസിലർ PT അക്ബർ, P ബാബു, അനിത, വിനീത, സജിത, രജീഷ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും ഇത് പ്രയാസപ്പെട്ട രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജാഗ്രതയോട് കൂടിയിട്ടുള്ള നിലപാടെടുത്ത് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകണമെന്നും കോവിഡ് രോഗികളെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് മുനിസിപ്പാലിറ്റി മാറണമെന്നാണ് സമരത്തോട് പറയുന്നതോടൊപ്പം ഇത്രയും അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു കേരളത്തിൻ്റെ സൗന്ദര്യം എങ്ങനെ പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഓരോ ആളുകളുടെയും സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്. എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുക എന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി അതിജീവന സമരം സംഘടിപ്പിച്ചു. തിരു ഏരിയ പ്രസിഡന്റ് ജലീൽ മയൂര ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി തിരു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു നഗരസഭയ്ക്ക് മുന്നിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. DPR നിർണയം ശാസ്ത്രീയമാക്കുക, എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക, പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതി തിരു ഏരിയ കമ്മിറ്റിയും ബ്യൂട്ടി പാർലർ അസോസിയേഷനും ചേർന്ന് സമരം സംഘടിപ്പിച്ചത്. തിരു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ മയൂര ഉദ്ഘാടനം ചെയ്തു. എല്ലാ കളക്ടറേറ്റിൻ്റെ മുമ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലും വ്യാപാരി വ്യവസായി സമിതി അതിജീവന സമരമാണ് ഇന്ന്, അതിജീവന പ്രതിഷേധ സമരമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ കോവിഡ് എന്ന മഹാമാരി രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇതിലേറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത് വ്യാപാരികൾക്കാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യം. ഏരിയ സെക്രട്ടറി KK ജാഫർ വിശദീകരണം നടത്തി. തിരു മുനിസിപ്പൽ പ്രസിഡന്റ് VK നിസാം, ഏരിയ ട്രഷറർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. 25ഓളം വ്യാപാരികൾ പങ്കെടുത്ത സമരത്തിൽ തിരു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രേമചന്ദ്രൻ, മുൻ കൗൺസിലർ കുഞ്ഞുട്ടി ബാവ, ബ്യൂട്ടി പാർലർ ഏരിയ സെക്രട്ടറി ഗീത, വ്യാപാരി നേതാക്കളായ മണികണ്ഠൻ, അജയൻ, മുഹമ്മദ് അലി, മജീദ്, സജിനി, സിന്ധു, ഷാലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും വായിച്ചുകൊണ്ട് ബ്യൂട്ടി പാർലർ തുറക്കണം എന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ഒന്നാമത് TPRലെ അപാകത നിയന്ത്രിക്കുക, കൂടാതെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാ ദിവസവും ബ്യൂട്ടി പാർലർ തുറക്കാനുള്ള അനുമതി തരണം എന്നാണ് പറയാനുള്ളത്. കാരണം എന്തെന്നാൽ ഞങ്ങൾക്ക് വാടക കൊടുക്കണം, ഒന്നാമത്. രണ്ടാമത്തത് വൈദ്യുതി. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഞങ്ങൾക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി പാർലർ തുറക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗം ഇല്ല ജീവിക്കാൻ വേണ്ടി. ഓരോരുത്തരും അത്രയും പട്ടിണികളിലാണ് ഞങ്ങൾ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് എനിക്ക് കൂടുതൽ ആവശ്യപ്പെടാനുള്ളത്, എല്ലാ ദിവസവും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് തുറക്കാനുള്ള അനുമതി തരണമെന്നാണ്. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന രോഗികളുടെ എണ്ണം 15,000-ന് മുകളിലെത്തി. 15,637 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന്റെ 1,55,882 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 10.3%. 128 മരണങ്ങൾ സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 14,938ആയി. 12,974 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് നിന്ന് 15,637 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.
മലപ്പുറം 2030, കോഴിക്കോട് 2022, എറണാകുളം 1894, തൃശൂർ 1704, കൊല്ലം 1154, തിരുവനന്തപുരം 1133, പാലക്കാട് 1111, ആലപ്പുഴ 930, കണ്ണൂർ 912, കോട്ടയം 804, കാസർഗോഡ് 738, പത്തനംതിട്ട 449, വയനാട് 433, ഇടുക്കി 323 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,55,882 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.03 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 128 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,938 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 57 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 14,717 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 797 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 66 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,974 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,92,170 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം 2000-ന് മുകളിൽ തുടരുന്നു. 2030 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 9.79% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1624 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1334 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച 2030 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 9.79% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1624 പേർ വിദഗ്ധ പരിചരണത്തിന് ശേഷം രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 3,40,541 ആയി. ബുധനാഴ്ച രോഗബാധിതരായവരിൽ 1968 പേർക്കും രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ ഉണ്ടായിരിക്കുന്നത്. 29 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധ. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 6 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 25 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ 49,623 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 18,321 പേർ കോവിഡ് ബാധിതരായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ 1,334 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. വയോധികയുടെ വീട്ടുവളപ്പിലെ വാഴകൾ സാമൂഹ്യവിരുദ്ധ വെട്ടി നശിപ്പിച്ചതായി പരാതി. താനൂർ കളരിപ്പടി പടിഞ്ഞാറ് വശം കാളപൂട്ട് കണ്ടത്തിന് സമീപം വെളവത്ത് മാളുവിന്റെ വീട്ടുമുറ്റത്തെ 10ഓളം വാഴയാണ് സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. താനൂർ കളരിപ്പടി പടിഞ്ഞാറ് വശം കാളപൂട്ട് കണ്ടത്തിന് സമീപം വെളവത്ത് മാളുവിന്റെ വീട്ടുമുറ്റത്തെ 10ഓളം വാഴയാണ് സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി പരാതിയുള്ളത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. മാളുവമ്മയുടെ സമീപത്തെ വീട്ടിലെ വൈദ്യുത ഫീസ് ഊരിയതോടൊപ്പം വയറിംഗും നശിപ്പിച്ചിട്ടുണ്ട്. താനൂർ പോലീസിൽ പരാതി നൽകി. ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുകയാണ് വെളവത്ത് മാളു. ഇവർക്ക് നേരിടേണ്ട അതിക്രമം അംഗീകരിക്കാനാവില്ലെന്നും ജനകീയമായി ചെറുക്കുമെന്നും CPM പ്രവർത്തകർ പറഞ്ഞു. വ്യാപാരികൾക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ്. തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനവും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനുള്ള അനുമതി നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യാപാരികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തിരൂർ നഗരത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനവും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചത്. വ്യാപാരികൾക്ക് വ്യാപാരം പുനഃസ്ഥാപിക്കുന്നതിനും അതിനുവേണ്ട സാമ്പത്തിക സഹായവും നൽകുക, വ്യാപാരികളെ സഹായിക്കുന്നതിനു വേണ്ടി കുറഞ്ഞ നിരക്കിൽ വായ്പാ സൗകര്യം ഏർപ്പെടുത്തുക, ഉപയോഗിച്ച വൈദ്യുതിക്ക് മാത്രം നിരക്ക് ഈടാക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനുള്ള അനുമതി സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരൂർ നഗരത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധവും ഒപ്പുശേഖരണവും നടത്തിയത്. തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് സീനിയർ വൈസ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ചെറുതോട്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ലാതെ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ കടകൾ തുറക്കുവാനും 7 മണിവരെ അതിനുള്ള അനുവാദം നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഒരാഴ്ചയായി ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വെള്ളിയാഴ്ച മാത്രമേ കടകൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഒരു ആളുകൾക്കും അറിയുന്നില്ല. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് സമയമുള്ള ഏത് സമയം വരെയും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട് വ്യാപാരികൾ കട തുറക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ കാണുന്ന ഈ നിയമലംഘനവും അതേമാതിരി കോവിഡ് വ്യാപനവും ഒന്നും ഉണ്ടാവുകയില്ല. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബീന മുഖ്യ പ്രഭാഷണം നടത്തി. തിരുമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസിർ പയ്യോളി, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിയാസ് കൽപ്പകഞ്ചേരി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അരുൺ ചമ്പ്ര, നൌഫൽ ചമ്പ്ര, അയ്യൂബ് അന്നാര എന്നിവർ ആശംസ അർപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ഷബീർ നെല്ലിയാളി, യൂസഫ് തറമൽ, നാസർ പുറൂർ, നൌഷാദ് പരന്നേക്കാട്, സമീർ ബാബു, സുരേഷ് ബാബു, നിസാർ, താജുദ്ദീൻ, ഷാജഹാൻ, ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി അധ്യാപികയുടെ വേഷത്തിൽ കാണാം ഈ പോലീസുകാരിയെ. താനൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറായ ജിജിയുടെ പോലീസ് വേഷത്തിലുള്ള അവസാന ദൗത്യം നെർമദൂർ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് സുരക്ഷയൊരുക്കലായിരുന്നു. ജിജിക്ക് താനൂർ സ്റ്റേഷനിൽ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി.
2 വർഷത്തെ കാക്കിയണിഞ്ഞുള്ള സേവനത്തിന് വിട നൽകി ജിജി ഇനി അധ്യാപനത്തിലേക്ക്. താനൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറും പരപ്പനങ്ങാടി പുത്തൻപീടിക സ്വദേശി മെട്രോ വാർത്താ സർക്കുലേഷൻ മാനേജറുമായ അച്ഛൻ വീട്ടിൽ ജിത്തുവിന്റെ ഭാര്യ ജിജിയാണ് കാക്കിക്ക് വിട നൽകി തൃക്കളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സുവോളജി അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 2017 ആദ്യ വനിതാ ബറ്റാലിയനിൽ പോലീസായി ഇറങ്ങിയ ജിജി 2 വർഷമായി താനൂർ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറാണ്. തേഞ്ഞിപ്പാലം ഒലിപ്പുറം കടവ് സ്വദേശി വെള്ളത്തൂർ തെക്കേക്കളത്തിങ്കാട്ടിൽ വാസു അജിത ദമ്പതികളുടെ മകളാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ്, SN കോളേജ്, മലപ്പുറം കോളേജ് എന്നിവിടങ്ങളിലാണ് ജിജി ഡിഗ്രിയും PGയും BEഡും പൂർത്തിയാക്കിയത്. നിറമതിർ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് സുരക്ഷയൊരുക്കലായിരുന്നു പോലീസ് യൂണിഫോമിലെ അവസാന ഡ്യൂട്ടി. ബുധനാഴ്ച ഉച്ചയോടെ പോലീസ് സ്റ്റേഷനിലെത്തി യൂണിഫോം മാറ്റി സ്റ്റേഷന്റെ പടിയിറങ്ങി. ജിജിക്ക് പോലീസ് സ്റ്റേഷനിൽ യാത്രയപ്പം നൽകി. DYSP MY ഷാജി ഉപഹാരം കൈമാറി. പോലീസ് സേനയുടെ യൂണിഫോം മാറ്റുമ്പോൾ സങ്കടമുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട മേഖലയും തൊഴിലുമായതുകൊണ്ട് കൂടുമാറ്റം സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് ജിജി പറഞ്ഞു. ഞാൻ 2017 സെപ്റ്റംബറിലാണ് പോലീസിൽ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വനിതാ ബറ്റാലിയൻ ബാച്ചായിരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലഭിച്ചതാണ്. കോവിഡ് കാരണം അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ നാളെ സ്കൂളിൽ ജോയിൻ ചെയ്യാണ്. GHS തൃക്കുളമാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ താനൂർ പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായി. 2019 ജൂലൈ 12-നാണ് ഞാൻ താനൂർ ജോയിൻ ചെയ്തത്. 2 വർഷം പൂർത്തിയാക്കി. ഇന്ന് ഉച്ചയ്ക്ക് റിലീവ് ചെയ്ത് നാളെ രാവിലെ സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള ഇതിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡ്യൂട്ടിയാണ്. പോലീസിൽ വന്ന ശേഷമാണ് എനിക്കൊന്ന് ഒരു ശരിക്കും എൻ്റെ കോൺഫിഡൻസ് ലെവൽ തന്നെ ഒന്ന് വർദ്ധിച്ചു എന്ന് പറയുന്നത്. നന്നായി എനിക്ക് എൻ്റെ സംസാരം ഉറച്ചിട്ടുണ്ട്. ഒരു 4 പേരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഞാൻ പ്രാപ്തയായത് ഈ യൂണിഫോം ഇട്ടതിലാണ്. കൂടുതൽ ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ പോലീസ് ജോലി ലഭിച്ച അനുഭവം വലുതാണ്. അധ്യാപനത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്നും കുട്ടികളെ നേരിൽ കാണാനാണ് ആഗ്രഹമെന്നും കാണാൻ ശ്രമിക്കുമെന്നും ജിജി പറഞ്ഞു. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഇറങ്ങുന്ന ഒരു ആറ്റിറ്റ്യൂഡല്ല എനിക്കിപ്പോൾ ഉള്ളത്. എനിക്ക് കൂടുതൽ അവരിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരെ അന്ന് ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിലൊരു വിശ്വാസമുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്കവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്കവിടെ ചെയ്യാനുണ്ട് എന്നൊരു വിശ്വാസം. ഇതുവരെ പോലീസായിരുന്ന ജിജി ഇനി ടീച്ചറാണ്. തൃക്കളം ഹൈസ്കൂളിൽ പോലീസ് ചിട്ടയിൽ ജിജി ടീച്ചർ ഉണ്ടാകും. തിരുപ്പൂക്കയിൽ പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകം. പ്രദേശവാസികൾക്കടുത്ത ആരോഗ്യ ഭീഷണിയിൽ. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പ്രദേശത്ത് സന്ദർശിച്ച് ഇവയെ നശിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തിരുപ്പൂക്കയിൽ 6-ാം വാർഡിൽ ഉൾപ്പെട്ട സബ്സ്റ്റേഷൻ ക്വാർട്ടേഴ്സിലും പരിസര പ്രദേശങ്ങളിലുമാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായിട്ടുള്ളത്. പല വീടുകളിലേക്കും ഇവ എത്തുന്നുണ്ട്. ഒച്ചിന്റെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുക. അതിനാൽ തന്നെ പ്രദേശവാസികളും വലിയ ആശങ്കയിലാണ്. 2 ദിവസം മുന്നാണ് പ്രദേശത്ത് ഒരു മാഷ് നമ്മളോട് ഈ പ്രദേശത്ത് കൂടെ പോകുമ്പോൾ ഈ KCBൻ്റെ മതിലിൻ്റെ മേലെ ഈ ആഫ്രിക്കൻ ഒച്ച് ഇനത്തിൽപ്പെട്ട ഒച്ചുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നലെ DYFI മേഖലാ കമ്മിറ്റി എന്നുള്ള രീതിയിൽ മുനിസിപ്പൽ സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്രട്ടറി പരാതി കൊടുത്തപ്പോൾ സെക്രട്ടറി പറഞ്ഞ് ഇതിന് മുന്നേ ഇവിടെ ഒരു പരാതി വന്നിട്ടുണ്ട് ഇതേ കാര്യത്തിൽ തന്നെ. അപ്പോൾ പ്രദേശത്തെ അനിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പരാണ് ആദ്യം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് CPMൻ്റെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ് പിന്നെ അവർ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പിലത്തെ ആൾക്കാർ ഒരു സ്ഥലമൊക്കെ സന്ദർശിച്ച് പോയി. ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ എന്തായാലും ഇവിടെ വരാം. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 7 മണിക്ക് അവരെ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ആളെ പറഞ്ഞയച്ചു തരാമെന്ന് പറഞ്ഞ് ആൾ വന്നിട്ട് അവർ ഇതാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് കൊതുകിനടിക്കണം മരുന്ന് ഡോസ് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇതിന് തളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തളിച്ചിട്ട് ഇതിന് യാതൊരുവിധ മാറ്റങ്ങളോ അത് നശിക്കുന്ന രീതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര അപകടകരമായ സാധനം ആയതുകൊണ്ട് തന്നെ ഈ മരുന്നടിക്കുമ്പോൾ കുറച്ച് നേരം ഇത് ബോധം കെട്ട് വീഴുന്ന രീതിയിൽ ഇതാവുകയും ചെയ്യുക. പിന്നെ വീണ്ടും ഇത് നടന്നു പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് അവരെ ഫോണുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ മേലുദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ട നടപടി എടുക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട നടപടി നാളെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. കാരണം പ്രദേശത്ത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലത്തുണ്ട്. കൂടാതെ പ്രദേശത്തുള്ള വീടുകളിലേക്കും കൂടി ഇത് വ്യാപിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്.
അത് കൂടുതൽ അപകടകരമാവുന്നതിന് മുന്നേ നശിപ്പിക്കേണ്ടതുണ്ട്. കാരണം 500ഓളം മുട്ടകൾ ഒറ്റ സമയം ഇറ്റുങ്ങൾക്ക് ഇടാനും വേണ്ടിയിട്ടും വിരിയുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ നശിപ്പിക്കണം എന്നാണ് DFIക്ക് അവകാശപ്പെടാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുമത്തൂർ പഞ്ചായത്ത് ഭരണം തിരികെ UDFിലേക്ക്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDFിന്റെ പ്രസിഡന്റ് പുറത്തേക്ക്. അവിശ്വാസം പാസായത് വോട്ടെടുപ്പിൽ 8-നെതിരെ 9 വോട്ടുകൾക്ക്. UDF അംഗങ്ങളെ പലതരത്തിലും പ്രലോഭിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ്. അംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അത്തരം ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും CPM ഏരിയ സെക്രട്ടറി KT ശശി. സംസ്ഥാനത്തെ SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം. 99.47% വിജയം. 4,19,651 കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഇക്കൊല്ലത്തെ വിജയം ഗ്രേഡ് മാർക്കില്ലാതെ. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ 18,970 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ A+. ജില്ലയിൽ 99.39% വിജയം. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF പ്രവർത്തകർ വ്യാജ ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്നതായി പരാതി. വ്യാജ സന്ദേശങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി രംഗത്ത്. ശക്തമായ കാറ്റിലും മഴയിലും താന്നൂർ പുത്തൻതെരു ജുമാ മസ്ജിദിന്റെ മേൽക്കൂര ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മുറിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കാറ്റിലും മഴയിലും താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശം. വീണ്ടും ഉയർന്ന ആശങ്കയുടെ കോവിഡ് കണക്കുകൾ. ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന രോഗികളുടെ എണ്ണം 15,000-ന് മുകളിലെത്തി. 15,637 രോഗികൾ. പരിശോധിച്ചത് 1,55,882 സാമ്പിളുകൾ. DPR 10.3%. 128 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 12,974 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 2,000-ന് മുകളിൽ തന്നെ രോഗികൾ. 2,030 പേർക്ക് രോഗബാധ. DPR 9.79%. 1,624 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,334. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.